സിറോ മലബാർ സഭയിൽ ഓരോ ഞായറാഴ്ചയും വായിക്കപ്പെടുന്ന തിരുവചനങ്ങളുടെ വ്യാഖ്യാന പങ്ക്തിയായ ആഴത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ദനഹാകാലം 1-ാം ഞായറാഴ്ച തിരുവചനങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ധ്യാനിക്കാം. 1-ാം വായന പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 18 മുതൽ 23 വരെ വാക്യങ്ങൾ. ഇന്നത്തെ വായനകളിലെല്ലാം പൊതുവായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വരുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. മനുഷ്യാവതാരത്തിൻ്റെ ഓർമ്മയായ ക്രിസ്തുമസിൽ പ്രതിപാദിക്കപ്പെട്ട വിഷയം ഈ ദനഹാകാലത്തും ഈശോയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ നാളുകളിൽ തുടരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ വചന വായനകളിലെല്ലാം കാണുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഈ 1-ാം വായനയിൽ നമ്മൾ വായിക്കുന്നു, മോശ ദൈവത്തോട് പറയുന്നു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ. ദൈവം തിരിച്ചു പറയുന്നുണ്ട്, എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കുകയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം പഴയ നിയമ ജനതയ്ക്ക് ഏത് രീതിയിലാണ് സ്വീകരിക്കാൻ പറ്റിയിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ചിത്രം ഇവിടെ നമുക്ക് അവതരിപ്പിച്ച് കിട്ടുന്നു. 2-ാം വായന സെഫാനിയായുടെ പുസ്തകത്തിൽ നിന്നാണ്. 3-ാം അധ്യായം 14 മുതൽ 20 വരെ വാക്യങ്ങൾ. അവിടെ തിരുവചനം പറയുന്നു, ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്, വിജയം നൽകുന്ന കർത്താവ് നിൻ്റെ മധ്യേയുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം വീണ്ടും ജനത്തോടൊപ്പം ഉള്ളതിനെക്കുറിച്ച് തന്നെയാണ് ഈ തിരുവചനവും പറയുന്നത്. 3-ാം വായന പത്രോസ്ലീഹായുടെ 2-ാം ലേഖനം 1-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. പത്രോസ്ലീഹ ഓർത്തെടുത്ത് അവിടെ പറയുന്നത്, ഈശോയുടെ മാമോദീസാ വേളയിൽ മുഴങ്ങിയ ദൈവത്തിൻ്റെ സ്വരം, ഈശോയുടെ രൂപാന്തരീകരണ സമയത്ത് മുഴങ്ങിയ, സ്വർഗത്തിൽ നിന്ന് മുഴങ്ങിയ പിതാവിൻ്റെ സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കുവിൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് പിതാവായ ദൈവം ജനമധ്യത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച ഈശോയുടെ സാന്നിധ്യം അംഗീകരിക്കുന്ന വാക്കുകൾ പത്രോസ്ലീഹ ആവർത്തിക്കുന്നതാണ് 3-ാം വായനയിൽ നമ്മൾ കാണുന്നത്. സുവിശേഷ വായന യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45 മുതൽ 51 വരെ വാക്യങ്ങൾ. പീലിപ്പോസും നഥാനയേലും തമ്മിൽ സംസാരിക്കുന്നതും ഈശോയിലേക്ക് അവരുടെ സംസാരം ചെന്നെത്തുന്നതുമാണ് ഈ സുവിശേഷ ഭാഗം. അവിടെ പീലിപ്പോസ് നഥാനയേലിനോട് പറയുന്നത് ഇങ്ങനെയാണ്, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അവനെ ഞങ്ങൾ കാണുന്നു. മനുഷ്യരുടെ ഇടയിൽ വാസമാക്കിയ ദൈവത്തെക്കുറിച്ചുള്ള സൂചനയാണ് അവിടെയും തിരുവചനം സുവിശേഷം നമുക്ക് പങ്കുവയ്ക്കുന്നത്. നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷത്തിൽ നിന്ന് 2 പ്രാർത്ഥനാ ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി നമ്മൾ കാണുന്നു, ഈശോയെ കണ്ടുമുട്ടിയതിന് ശേഷം ആ ആളുകൾ, കണ്ടുമുട്ടിയവർ, അവർക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കുന്നില്ല. അവർ മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് സംസാരിക്കുന്നു. അവർ സംസാരിക്കുന്നത് മറ്റെന്തെങ്കിലുമല്ല, ഈശോയെക്കുറിച്ചുള്ളതാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. നമ്മൾ കാണുന്ന ഈ സുവിശേഷ ഭാഗങ്ങളിൽ, ഇതിന് തൊട്ട് മുമ്പ് വിവരിക്കുന്ന ഭാഗങ്ങളിൽ, ആദ്യം അന്ത്രയോസ് ഈശോയെ കണ്ടെത്തി കഴിയുമ്പോൾ തൻ്റെ സഹോദരനായ ശിമയോനോട് ഈശോയെക്കുറിച്ച് പറയുന്നു. യോഹന്നാൻ ഒരു സ്ഥലത്ത് തൻ്റെ ശിഷ്യന്മാരോടുകൂടി നിൽക്കുമ്പോൾ ഈശോയെ ചൂണ്ടിക്കാണിച്ച് പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ പറയുന്നത് കേട്ട് യോഹന്നാൻ്റെ ആ 2 ശിഷ്യന്മാർ ഈശോയെ അനുഗമിക്കുന്നു. വീണ്ടും അവിടെ സംസാര വിഷയം ഈശോയെക്കുറിച്ച് തന്നെയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ പീലിപ്പോസിനെ ഈശോ വിളിച്ചു കഴിയുമ്പോൾ പീലിപ്പോസ് തൻ്റെ പരിചയക്കാരനായ, സുഹൃത്തായ, ഉറ്റമിത്രമായ നഥാനയേലിനോട് ഈശോയെക്കുറിച്ച് പറയുന്നു. ഈശോയെ കണ്ടെത്തിയ മനുഷ്യരുടെ ഒക്കെ പ്രത്യേകത, അവർ തങ്ങൾക്ക് കിട്ടിയ ഈശോയുമായി സ്വസ്ഥമായി ഒരിടത്ത് കഴിഞ്ഞുകൂടുന്നു എന്നല്ല, മറിച്ച് അവരത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും അവരെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. മാമോദീസ സ്വീകരിച്ച് ഈശോയുടെ സഭയിൽ അംഗമാകുന്ന ഓരോ വ്യക്തിയും, ഈശോയെ അറിയുന്ന ഓരോ വ്യക്തിയും, ഈശോയെ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും ആത്യന്തികമായി മറ്റടുത്ത ഒരാളോട് സംസാരിക്കേണ്ടത് ഈശോയെക്കുറിച്ചാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഇവിടെ ചിന്തയ്ക്ക് വിഷയമായി എടുക്കാവുന്നൊരു കാര്യം ഇതാണ്.
ഓരോ ദിവസവും ഓരോ രീതിയിൽ ഞാൻ ഈശോയെ അനുഭവിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ, സഭയിലൂടെ, തിരുവചനത്തിലൂടെ, എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനാനുഭവങ്ങളിലൂടെ ഈശോയെ അറിയുന്നു, അനുഭവിക്കുന്നു, മനസ്സിലാക്കുന്നു. ഞാൻ മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നുണ്ടോ? എനിക്ക് പങ്കുവയ്ക്കാൻ പല കാര്യങ്ങളുണ്ട്. പലപ്പോഴും അത് ലോകത്തിൻ്റെ കാര്യങ്ങളായി പോകുന്നു, ലോകത്തിൻ്റെ വിഷയങ്ങളായി പോകുന്നു, എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളായി പോകുന്നു. പക്ഷേ ഈശോയെക്കുറിച്ച് ഞാൻ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നുണ്ടോ? അതിൻ്റെ അടുത്ത പടിയായി അവരെ ഞാൻ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. നമ്മളിന്ന് സുവിശേഷത്തിൽ കാണുന്നതും അതിന് തൊട്ട് മുകളിൽ വിവരിക്കുന്നതുമായ സംഭവങ്ങളെല്ലാം ഓരോരുത്തർ ഈശോയെ കണ്ടതും അവരെ ഈശോയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നതുമാണ്. വിശുദ്ധ കുർബാന പങ്കെടുത്ത് പുറത്തിറങ്ങുന്ന നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നമ്മൾ കേട്ട തിരുവചനത്തെക്കുറിച്ച്, ഈശോ നമ്മളോട് അതിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, ഈശോയെ വിശുദ്ധ കുർബാനയിൽ അനുഭവിച്ചതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നോ? അതോ നമ്മുടെ സംസാരം വീണ്ടും സാധാരണ മനുഷ്യരുടെ താഴ്ന്ന സംസാരങ്ങളുടെ തലത്തിലേക്ക് മാറിപ്പോകുന്നുണ്ടോ? നമുക്ക് ഈശോയെക്കുറിച്ച് കൂടുതലായി പറയാനും ഈശോയുടെ മുഖവും സ്വരവും നമ്മളിലൂടെ പുറത്തു വരാനുമുള്ള പ്രത്യേക ശ്രമങ്ങൾ നടത്തേണ്ട അവസരമാണിതെന്ന് ഈശോ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കുന്നത് നഥാനയേൽ ചോദിച്ച ഒരു ചോദ്യവും അതിന് പീലിപ്പോസ് പറഞ്ഞ മറുപടിയുമാണ്. നഥാനയേൽ ചോദിക്കുന്നു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കണമോ? പീലിപ്പോസ് അതിന് കൃത്യമായ ഒരു ഉത്തരം നേരിട്ട് പറയുകയല്ല, മറിച്ച് മറ്റൊരു കാര്യം അവൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു: വന്ന് കാണുക. ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തേണ്ടതല്ല, വന്ന് കാണുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടതാണ്. ഓരോ ദിവസവും ദേവാലയത്തിലേക്ക് സ്വയം മുറിച്ചു നൽകുന്ന ആ സ്നേഹം ഈശോ നമ്മളെ വന്ന് കാണാനായി വിളിക്കുന്നുണ്ട്. നമുക്ക് ദേവാലയത്തിൽ വന്ന് ഈശോയെ കണ്ട്, കേട്ട്, അനുഭവിച്ച്, സ്വീകരിച്ച് തിരിച്ചു പോകാനുള്ള ഒരു വ്യക്തിപരമായ ക്ഷണം പ്രത്യേകിച്ച് ഓരോ ഞായറാഴ്ചയും കർത്താവിൻ്റെ ദിവസങ്ങൾ ഓരോന്നിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനോടുള്ള നമ്മുടെ ഒരു വ്യക്തിപരമായ പ്രതികരണവും റെസ്പോൺസും എങ്ങനെയാണെന്ന് ആത്മശോധന ചെയ്യാം. ചിലത് വന്ന് കാണേണ്ടത് തന്നെയാണ്. തൻ്റെ അടുത്തേക്ക് വന്ന നഥാനയേലിനോടാണ് ഈശോ പറഞ്ഞത്, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അവൻ്റെ ജീവിതത്തെ ഈശോ അപഗ്രഥിച്ച് പറഞ്ഞത് അവനുള്ള വലിയൊരു അത്ഭുതമായിരുന്നു. അവൻ ചോദിച്ചു, റബ്ബി, നീ എങ്ങനെ എന്നെ അറിയുന്നു? അപ്പോൾ ഈശോ തുടർന്ന് പറയുന്ന സംസാരങ്ങളിൽ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്ന് എന്നെ മനസ്സിലാക്കിയ നീ ഇതിലും വലിയ കാര്യങ്ങൾ കാണും. ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും ഇറങ്ങി വരുന്നതും സ്വർഗം തുറന്നിരിക്കുന്നതുമൊക്കെ നീ കാണും. ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവർക്കാണ്, ദൈവത്തെ അനുഭവിക്കാനായി ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നവർക്കാണ് വലിയ അത്ഭുതങ്ങൾ കാത്തിരിക്കുന്നത്. ചിലർ പറയാറുണ്ട്, ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ, എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ, എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തെ അനുഭവിച്ചാൽ പോരെ. ചിലത് വന്ന് കാണേണ്ടത് തന്നെയാണ്, ചിലത് വ്യക്തിപരമായി അവിടെ ചെന്ന് അനുഭവിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് ആത്മശോധന ചെയ്യാം. ഈശോയെ അനുഭവിക്കാൻ, വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കാൻ, ഈശോയുടെ വചനവും അതിൻ്റെ വ്യാഖ്യാനങ്ങളുമൊക്കെ കേൾക്കാൻ നമുക്ക് അനുദിനം ക്ഷണം കിട്ടുമ്പോൾ അതിനോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? ഞാൻ എൻ്റേതായ ചില വ്യാഖ്യാനങ്ങളും എൻ്റേതായ ചില ചിന്താഗതികളുമായി എൻ്റെ സ്ഥലങ്ങളിൽ ഒതുങ്ങിക്കൂടുകയാണോ? നമുക്ക് ദൈവം നൽകുന്ന ക്ഷണങ്ങളെ ഗൗരവപൂർവ്വം സ്വീകരിക്കാനും ദൈവത്തെ അനുഭവിച്ചറിയാനും അങ്ങനെ ആ ദൈവം അപ്പോൾ പറയുന്ന കൂടുതൽ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാക്കാനും പരിശ്രമിക്കാം. ധനഹാകാലം ഈശോ മനുഷ്യരുടെ ഇടയിൽ തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചതിൻ്റെ ഓർമ്മയാണ്. ഇന്ന് പരസ്യജീവിതം ഈശോയുടേത് നമ്മളിലൂടെ തുടരട്ടെ. ഈശോ തൻ്റെ പരസ്യജീവിതകാലത്ത് ചെയ്തത് കരുണ നിറഞ്ഞ പ്രവർത്തനങ്ങളും സ്നേഹം നിറഞ്ഞ സംസാരങ്ങളും വാത്സല്യത്തോടെയുള്ള കടാക്ഷങ്ങളുമായിരുന്നു. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ചിന്തകളും ദൈവത്തിൻ്റെ പരസ്യജീവിതം നമ്മളിലൂടെ തുടരുന്നതാക്കാനുള്ള വലിയ പരിശ്രമം നമുക്ക് ഈ കാലത്ത് നടത്താം. ഈ ധനഹാകാലത്തിൽ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.